ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് ഒരു ബന്ധവുമില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മുസ്ലിം ലീഗ് BJPയുടെ സഹായം തേടിയിട്ടുണ്ടെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും റെക്കോർഡ് ഭൂരിപക്ഷവുമായി ലീഗ് സ്ഥാനാർത്ഥികൾ. വിസ്മയദലങ്ങൾ കവിതാ സമാഹാരം വായനക്കാരിലേക്ക്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് ഒരു ബന്ധവുമില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. എന്നാൽ വെൽഫെയർ പാർട്ടി, PDP, SDPI എന്നിവരുമായി LDF പലയിടങ്ങളിലും സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെന്നും സലാം കോഴിക്കോട്ട് പറഞ്ഞു. വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞില്ല, അവർ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുമായി UDFന് യാതൊരു ബന്ധമുണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി ഇല്ലാത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കിയത് LDF ആണ്. അവരുമായി 3 പതിറ്റാണ്ട് കാലത്തോളം സുദീർഘമായ ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുമായും പിന്നീട് വെൽഫെയർ പാർട്ടിയുമായും മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പലയിടത്തും വെൽഫെയർ പാർട്ടിയുമായി LDF ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. ശംസുദ്ദീൻ MLA മണ്ണാർക്കാടിന്റെ MLA ആണ്. ആ മണ്ണാർക്കാട് മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടിയുമായാണ് LDF CPM സഖ്യം ചെയ്തത്. അവിടെ ഒരു വാർഡിൽ, 1-ാം വാർഡിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടാണ്. വെൽഫെയർ പാർട്ടിക്ക് ലോകത്തെങ്ങുന്നില്ലാത്തൊരു വോട്ട് അവിടെ കിട്ടുകയും ചെയ്തു. രണ്ടുപേരും തോറ്റു. ജയിച്ചത് UDF ആണ്. കാസർഗോഡ് ജില്ലയിൽ മൊഗരാൽ പുത്തൂർ പഞ്ചായത്ത് അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ SDPയുമായി സഖ്യമുണ്ടാക്കി. മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ PDPയുമായി സഹകരിച്ചാണ് പ്രവർത്തിച്ച് മുഴുവൻ. അത്യാവശ്യം അവർ ജയിച്ച 1-2 വാർഡുകളിൽ PDPയുടെ കൊടിയും CPMന്റെ കൊടിയും ഒരുമിച്ച് കെട്ടിയിട്ടാണ് പ്രകടനം പോയത്. ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടൊക്കെ. അപ്പോൾ SDPയുമായും PDPയുമായും വെൽഫെയർ പാർട്ടിയുമായൊക്കെ തരാതരം സഖ്യങ്ങൾ ഉണ്ടാക്കി, മുന്നണി ഉണ്ടാക്കി, വോട്ട് വാങ്ങി മത്സരിച്ച LDF വെൽഫെയർ പാർട്ടിയുടെ പേര് പറഞ്ഞ് ഞങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. ഉത്ബുദ്ധരായ കേരളീയ ജനത അത് മനസ്സിലാക്കി എന്നതാണ് സത്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മുസ്ലിം ലീഗ് BJPയുടെ സഹായം തേടിയിട്ടുണ്ടെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. അത് അപകടകരമായ പ്രവണതയാണെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BJPയുടെ സഹായം തേടിയ ഒരുപാട് സ്ഥലങ്ങൾ മുസ്ലിം ലീഗ് BJPയുടെ സഹായം തേടിയിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയിൽ അഴിയൂര്, വടകര മേഖല ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ BJPയുടെ സഹകരണം പോലും തേടിയിട്ടാണ് ഇങ്ങനൊരു നേട്ടം മുസ്ലിം ലീഗ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അഴിയൂർ, വടകര മേഖല, മഞ്ചേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് BJPയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും SDPI നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലും ലീഗ് BJPയുടെ സഹായം തേടിയതായി ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി പറഞ്ഞു. ഇപ്പോൾ പേരാമ്പ്ര പഞ്ചായത്തിലെ വാർഡ് 2 22 വോട്ടിനാണ് BJP അവിടെ ജയിച്ചത്. പകരം 3-ാം വാർഡിൽ 150 വോട്ട് UDFന് BJP കൊടുത്തു. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് 150 കുറഞ്ഞു. ഇപ്പം കൂടിയ വോട്ടും ചേർത്ത വോട്ടും കാണാനില്ല. ഇതുപോലെ തന്നെയാണ് പൊറ്റമ്മല് മേയർമാർ ജയിച്ച വാർഡിൽ UDFന്റെ വോട്ട് കുറഞ്ഞു. അവിടെ റനീഷ് ജയിച്ചു. അതുപോലെ തന്നെ പുതിയറയില്, ഗോവിന്ദപുരത്ത്, ഇങ്ങനെ തുടങ്ങിയല്ല. സംസ്ഥാനത്ത് UDF തരംഗമല്ല, ഭരണവിരുദ്ധ നിലപാടാണ് ഉണ്ടായതെന്നും തിരഞ്ഞെടുപ്പിൽ SDPI മികച്ച നേട്ടം കൈവരിച്ചെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് വിശദീകരിച്ചു. UDFന്റെ തരംഗം എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. സത്യത്തിൽ UDF തരംഗം എന്നതിലപ്പുറത്തേക്ക്
കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരമാണ്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും റെക്കോർഡ് ഭൂരിപക്ഷം നേടി ലീഗ് സ്ഥാനാർത്ഥികൾ. കോർപ്പറേഷൻ മുഖദാറിൽ 3081 വോട്ടിന്റെ ഭൂരിപക്ഷവുമായാണ് TPM ജിഷാൻ ജയിച്ചു കയറിയത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം മുഖദാർ വാർഡിൽ മുസ്ലിം ലീഗിന്റെ TPM ജിഷാനാണ് നേടിയത്. 3081 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ജിഷാനുള്ളത്. CPMന്റെ സിറ്റിംഗ് വാർഡായ മുഖദാർ തിരിച്ചുപിടിച്ചാണ് ജിഷാന്റെ മുന്നേറ്റം. മുൻ MLA TPM സാഹിറിന്റെ മകനും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ ജിഷാന് കിട്ടിയത് കോർപ്പറേഷനിൽ സംസ്ഥാനത്ത് തന്നെ രണ്ടാമത്തെ ഉയർന്ന ഭൂരിപക്ഷമാണ്. എതിർ സ്ഥാനാർത്ഥി CPMലെ NP നൌഷാദിന് കിട്ടിയ ആകെ വോട്ട് ജിഷാന്റെ ഭൂരിപക്ഷത്തെക്കാൾ കുറവാണ്. 2484 വോട്ടുകളാണ് നൌഷാദിന് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party party. A party party, ice cream party time. Just come in, taste it, you love it. Milma ice cream, friends in that flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വിസ്മയദളങ്ങൾ എന്ന കവിതാ സമാഹാരം വായനക്കാരിലേക്ക്. കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ കവി PK ഗോപി പുസ്തകം പ്രകാശനം ചെയ്തു. TP രജനിയാണ് ഗ്രന്ഥകർത്താവ്. രജനി TPയുടെ കവിതാ സമാഹാരം വിസ്മയദളങ്ങൾ പ്രകാശനം ചെയ്തു. കവി PK ഗോപിയിൽ നിന്നും കഥാകൃത്ത് PK പാറക്കടവ് പുസ്തകം സ്വീകരിച്ചു. കവികൾ പക്ഷിയുടെ ജന്മം ലഭിച്ചവരാണ്. അവർക്ക് ഏത് മനുഷ്യനും എന്നതുപോലെ അപകടകരമായ ഒരു സാമൂഹ്യ ജീവിത വ്യവസ്ഥിതിയെ നേരിട്ടേ കഴിയും. അത് നേരിടാനുള്ള ചങ്കുറപ്പ് ആര് നൽകും ചോദിച്ചാൽ എൻ്റെ ജീവിത അനുഭവങ്ങൾ ചരിത്രത്തിലൂടെ എന്നെ ബോധ്യപ്പെടുത്തിയ ആളുകൾ എനിക്ക് ആ ചങ്കുറപ്പ് നൽകും എന്നാണ്. സർവ സാംസ്കാരിക മുദ്രകളും അതിനു വേണ്ടിയാണ്, സർവ പോരാട്ടങ്ങളും അതിനു വേണ്ടിയാണ്. വിപ്ലവം എന്ന് പറയുന്നത് ചിലർ ധരിച്ചിരിക്കുന്നത് ആരെയും കൊല്ലുന്നതാണെന്നാണ്, ഒരു രാജ്യം കീറി എറിയുന്നതാണ് എന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരുപാട് പേരെ വെട്ടിക്കൊന്നാൽ അതാണ് വിപ്ലവം എന്നാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അല്ല, അത് വിപ്ലവമല്ല. വിപ്ലവം നിങ്ങളുടെ ഉള്ളിൽ നിശബ്ദമായി നടക്കാം. ആഴത്തിൽ നിന്ന് ശരിയെടുത്ത് ഒരു പ്രതിഷ്ഠ നടത്തിയത് മഹാവിപ്ലവമായിരുന്നു. ഒരു തുള്ളി ചോര പോലും ചൊരിയാനുണ്ടായിരുന്നില്ല. പക്ഷെ വലിയ നടുക്കമുണ്ടാക്കിയത് കേരളീയ സാംസ്കാരിക വിചാര ലോകത്ത് അതുപോലൊരു നടുക്കം അടിമുടി മറ്റൊരു കർമ്മത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 1000 പേരെ കൊല്ലുന്നതിനേക്കാൾ ശക്തിയുള്ളൊരു വിളംബരം അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടായത്. ആഴത്തിൽ നിന്ന് ശരിയെടുത്ത് ഒരു പറമ്പിൽ കിടന്ന ഏത് ശരിയെടുത്ത് പ്രതിഷ്ഠിച്ചായിരുന്നെങ്കിലും ആരാധിക്കാൻ ആളെ കിട്ടുമായിരുന്നു, അല്ലേ? കിട്ടുമായിരുന്നു. എന്തിനാണ് ഇപ്പോൾ ആഴത്തിൽ നിന്ന് ശരിയെടുത്തത്? നോവലിസ്റ്റ് മജീദ് മൂത്തേടത്ത് അധ്യക്ഷനായിരുന്നു. കവിയും വാഗ്മിയുമായ സോമശേഖര പണിക്കർ പുസ്തകം പരിചയപ്പെടുത്തി. സവിത്ര സോളാർ സൊല്യൂഷൻസ് MD രാജേഷ് വെങ്കിലാട്ട്, കവി അഷറഫ് കല്ലോട്, കേണൽ RK നായർ, സുമ സുരേഷ് എന്നിവരും ഗ്രന്ഥകർത്താവ് രജനി TPയും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
നന്മയുള്ള ലോകത്തിനായി ഒരുമിച്ച് മുന്നേറണമെന്ന് ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള മുഹമ്മദ് അബു ഷാവേഷ്. ഫേസ് വേൾഡ് ലീഡർഷിപ്പ് സ്കൂൾ സംഘടിപ്പിച്ച പ്രമേയ ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫേസ് വേൾഡ് ലീഡർഷിപ്പ് സ്കൂൾ സംഘടിപ്പിക്കുന്ന ഫേസ് എക്സ് ടോക്ക് ഷോയുടെ ഭാഗമായി കോഴിക്കോട്ട് പ്രമേയ ചർച്ച നടത്തി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഫേസ് എക്സ് ടോക്ക് ഷോ സംസ്ഥാന, ദേശീയ, രാജ്യാന്തര തലങ്ങളിലായി നടക്കും. ടോക്ക് ഷോയുടെ സംസ്ഥാനതല മത്സരം ഡിസംബർ 23, 24 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ സംഘടിപ്പിക്കും. ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള മുഹമ്മദ് അബു ഷാവേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നന്മയുള്ള ലോകത്തിനു വേണ്ടി ഒരുമിച്ച് മുന്നേറണമെന്ന് അദ്ദേഹം പറഞ്ഞു. You to be a man, she to be a woman, me to be a Palestinian, he to be an Indian, we to be a Muslims, he to be a Hindus, she to be a Jewish, and he to be Christian. Diversity. Without diversity, Al-Kawn, the entire galaxy itself will not be balanced. So that since our God, Alhamdulillah, choose to us this diversity, we should accept it at large, and we should believe of the others, and of course should be believe and proud of our religion, nationality and our sex. ഫേസ് എക്സ് ടോക്ക് ഷോ സംഘാടക സമിതി ചെയർമാൻ കാരാടൻ സുലൈമാൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കമാൽ വരദൂർ, മുസ്തഫ പി എറക്കൽ, ടി കെ ജോഷി, ബി കെ സുഹൈൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പ്രൊഫസർ ഇമ്പിച്ചിക്കോയ മോഡറേറ്ററായിരുന്നു. ഫേസ് ഫൗണ്ടേഷൻ ചെയർമാൻ സൈൻ ബാഫക്കി തങ്ങൾ, ജനറൽ സെക്രട്ടറി ഇ യാക്കൂബ് ഫൈസി, സൈനുൽ ആബിദീൻ ജിലാനി തങ്ങൾ, ഡോക്ടർ അമീൻ മുഹമ്മദ് സഖാഫി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SNES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസും കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 17, 18 തീയതികളിൽ ഇംസാർ കുന്നമംഗലം ക്യാമ്പസിലും കോഴിക്കോട്ടുമായാണ് ഇമാക്കോൺ 25 സെമിനാർ നടക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ട് ഫസ്റ്റ് ഡേയിൽ ടെക്നിക്കൽ സെഷൻസ് അവതരിപ്പിക്കുന്നത് ഒന്ന് IIM പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ രാജേശ്വരി, കോഴിക്കോട് NIT പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ഷാഫി, കുസാറ്റിലെ പ്രൊഫസറും ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ ഹരീഷൻ രാമനാഥൻ, കുറ്റിപ്പുറം MES കോളേജിലെ ഡേറ്റാ സയൻസ് ഹെഡ് ഡോക്ടർ ഗോവിന്ദരാജ്, കോട്ടയം സെയിൻറ്റ് കിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഡോക്ടർ റോജി ജോർജ്. അതുപോലെ സെക്കൻഡ് ഡേയിൽ ഹോട്ടൽ ഹൈസൻ ഹെറിറ്റേജിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ 2 ടെക്നിക്കൽ സെഷനാണ് ഉണ്ടാവുക. അതിൽ ഒന്ന് IMK-യിലെ ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ TN കൃഷ്ണനും IMK-യിലെ ഫിനാൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ക്വാംബർ അബീദി എന്നിവരാണ് HR ഫിൻടെക് മേഖലയിലെ ഡിജിറ്റൽ ഡിസ്റപ്ഷനെ കുറിച്ച് സംസാരിക്കുക. ഡിജിറ്റൽ ഡിസ്റപ്ഷനും മനുഷ്യബുദ്ധിയും പുതിയ മാനേജ്മെന്റ് സമവാക്യം എന്ന വിഷയത്തിലാണ് ദ്വിദിന സെമിനാർ സംഘടിപ്പിക്കുന്നത്. സെമിനാറിന്റെ ആദ്യ ദിനമായ ഡിസംബർ 17 രാവിലെ SNES ഇംസാർ ക്യാമ്പസിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 3 വേദികളിലായി നടക്കുന്ന സെമിനാറിൽ 40ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. 2ാം ദിവസമായ ഡിസംബർ 18 ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ഹൈസൺ ഹെറിറ്റേജ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ടെക്നിക്കൽ സെഷനിൽ പ്രഗത്ഭർ സംസാരിക്കും. സമാപന സമ്മേളനത്തിൽ മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ MP അഹമ്മദ് മുഖ്യാതിഥിയാകും. തിരുവനന്തപുരം ടെക്നോ പാർക്ക് സ്ഥാപകനും CEOയുമായ G വിജയരാഘവൻ, മാതൃഭൂമി ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതീഷ് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ CMA സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീനാഥ് മൂർച്ചിലോട്ട്, CMA സെക്രട്ടറി രവി ചന്ദ്രശേഖർ, ഇംസാർ ഡയറക്ടർ ഡോക്ടർ സജി കുര്യാക്കോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടേഴ്സ് ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭക്തി പൂർണ്ണതയിൽ കരുവൻകാവ് ക്ഷേത്രോത്സവം 2 ദിവസങ്ങളിലായി നടന്ന പരിപാടികളിൽ താന്ത്രിക ചടങ്ങുകളും കലാസാംസ്കാരിക പരിപാടികളും ഉൾപ്പെട്ടു. മണ്ഡല മഹോത്സവ ദിനങ്ങളിലെ ഉത്സവ ചടങ്ങുകൾ പ്രദേശവാസികളുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. ബേപ്പൂർ നോർത്ത് തമ്പിറോഡ് ശ്രീ കരുവൻകാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷ ചടങ്ങുകൾ 2 ദിവസങ്ങളിലായി നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം ശാന്തി അടാട്ടില്ലത്ത് സുരേന്ദ്രൻ നമ്പൂതിരിയും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. അഭിഷേകം, മഹാഗണപതി ഹോമം, ശുദ്ധികലശം, വിശേഷാൽ പൂജകൾ, മനയത്ത് കോവിലകം വക വിളക്കെഴുന്നള്ളത്ത് തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിലാണ് 2ാം ദിവസത്തെ പ്രധാന ചടങ്ങുകളായ നാളികേരമെറിയലും കർപ്പൂരാഴിയും നടന്നത്. തിരുവാതിരക്കളിയും ഓട്ടംതുള്ളലും തായമ്പകയും പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പെരുവയലിലെയും സമീപ പ്രദേശങ്ങളിലെയും കായിക പ്രതിഭകളെ അണിനിരത്തി 8ാമത് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരുവയലിൽ തുടക്കമായി. ടൂർണമെന്റിന് മുന്നോടിയായുള്ള താരലേലം പെരുവയലിൽ നടന്നു. വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് മികച്ച അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിന്റെ മുന്നോടിയായി ടീമുകളുടെ താരലേലം പെരുവയൽ ടർഫ് കോർട്ടിൽ നടന്നു. പ്രാദേശിക ക്ലബ്ബുകളെയും കളിക്കാരെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ ടൂർണമെന്റ് 8ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഡിസംബർ 25-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറുന്നത്. രാഷ്ട്രീയത്തിനതീതമായി പെരുവയലിലെ ഒരു കൂട്ടം യുവജനങ്ങളാണ് ഈ ടൂർണമെന്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രീമിയർ ലീഗ് 2025 സീസൺ 8 ഈ വരുന്ന ഡിസംബർ മാസം 25 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ടീമുകളുടെ ലേലമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം ലേലം. വളർന്നു വരുന്ന കളിക്കാരെ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പെരുവയൽ പ്രീമിയർ ലീഗ് എന്ന പേരിൽ ഞങ്ങൾ ഈ പരിപാടി തുടങ്ങി വെച്ചിട്ട് ഇത് 8ാമത്തെ വർഷമാണ്. വളർന്നു വരുന്നവർക്ക് ടൂർണമെന്റ് കളിച്ച് അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങി വെച്ച ഈ ഒരു പരിപാടിയിൽ ഒട്ടനവധി കളിക്കാരെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പെരുവയലിലെ കലാ, കായിക, സാംസ്കാരിക, സാമൂഹ്യ, സന്നദ്ധ, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും വ്യാപാരികളും ടൂർണമെന്റുമായി സഹകരിക്കുന്നുണ്ട്. പ്രാദേശിക ഫുട്ബോൾ രംഗത്തിന് ഇത് വലിയ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ,
മാവൂർ. എന്റെ അകത്തോ നിന്റെ അകത്തോ എന്ന് തുടങ്ങുന്ന അയ്യപ്പ ഭക്തിഗാനം റിലീസ് ചെയ്തു. ഓർക്കസ്ട്രേഷനും സംഗീത സംവിധാനവും നിർവഹിച്ചത് സുബോധ് കോഴിക്കോടാണ്. പമ്പയിൽ നീരാടി ഗണപതിക്കൊരു ഏത്തം പടി 18 കയറുമ്പോൾ എന്റകത്തോ നിന്റകത്തോ അയ്യപ്പൻ, നിന്റകത്തും എന്റകത്തും അയ്യപ്പൻ. ചിറക്കൽ രജീഷ് പണിക്കർ എഴുതി സംവിധാനം ചെയ്ത സുബോധ് കോഴിക്കോട് സംഗീത സംവിധാനവും ഓർക്കസ്ട്രേഷനും നിർവഹിച്ച ഗോമേഷ് ഗോപാൽ ആലപിച്ച എന്റെ അകത്തോ നിന്റെ അകത്തോ എന്ന അയ്യപ്പ ഭക്തിഗാനം പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ PK ഗോപി പ്രകാശനം ചെയ്തു. ഈ ഭക്തിഗാന CD-യുടെ പേര് എൻ്റെ അകത്തോ നിൻ്റെ അകത്തോ എന്നാണ്. എൻ്റെ അകത്തും നിൻ്റെ അകത്തും വിശുദ്ധി നിറയണമെന്ന് പ്രാർത്ഥിക്കാനാണ് സത്യത്തിൽ അയ്യപ്പ ഭക്തിഗാനം ഗോമേഷ് ഗോപാൽ, ചിറക്കൽ രജീഷ് പണിക്കർ, സുബോധ് കോഴിക്കോട് ഇവരൊക്കെ കൂടി ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം എന്നും കലയുടെ മേഖലയിൽ തന്നെ സജീവമായി നിലയുറപ്പിച്ചിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഒരാൾ എഴുതുന്നു, ഒരാൾ സംഗീതം കൊടുക്കുന്നു, ഒരാൾ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് നടത്തുന്നു, ഒരാൾ റെക്കോർഡ് ചെയ്യുന്നു, ആലപിക്കുന്നു. ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ? ഇതിന് ആസ്വാദകരുണ്ടാവുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഇപ്പോഴൊരു ആസ്വാദകനായി മാറി. സന്നിധാനം പൂമഴയാൽ നിറയുമ്പോൾ പുഷ്പാഭിഷേകം പൊന്നയ്യന്, സന്നിധാനം പൂമഴയാൽ നിറയുമ്പോൾ. OK ശ്രീലേഖ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ച ഗാനം പീകോക്ക് ക്രിയേഷൻസ് ആണ് പുറത്തിറക്കിയത്. സുബോധും ജയേഷും ചേർന്നാണ് ഗാനത്തിന്റെ കോറസ് പാടിയിരിക്കുന്നത്. തുടികൊട്ടി പാടുന്നു എന്നുള്ളം മണികണ്ഠ സ്വാമിതൻ തിരുനാമങ്ങൾ, തുടികൊട്ടി പാടുന്നു എന്നുള്ളം മണികണ്ഠ സ്വാമി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ഒരു ബന്ധവുമില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മുസ്ലിം ലീഗ് BJP-യുടെ സഹായം തേടിയിട്ടുണ്ടെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും റെക്കോർഡ് ഭൂരിപക്ഷവുമായി ലീഗ് സ്ഥാനാർത്ഥികൾ. വിസ്മയദലങ്ങൾ കവിതാ സമാഹാരം വായനക്കാരിലേക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.